ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ എനി 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യ. ഏഷ്യയുടെ 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെയിം ദ ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ എഴുതാനാണ്. വിച്ച് റിവർ ഈസ് ദ ലോങ്ങസ്റ്റ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ ലോങ്ങസ്റ്റ് റിവർ. നെയിം 1 പ്ലാറ്റു ഇൻ ഏഷ്യ. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഏഷ്യയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് 2 എഴുതാം. ഏഷ്യൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഏതാണെന്ന് വെച്ചാൽ മൗണ്ടെയിൻ, പ്ലെയിൻസ്, ഡെസേർട്ട്, പ്ലാറ്റ്യൂസ്, ലോങ് റിവേഴ്സ്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. പിന്നെ അടുത്ത ചോദ്യം എന്തായിരുന്നു? ഏറ്റവും വലിയ മൗണ്ടെയിൻ, ഹയസ്റ്റ് മൗണ്ടെയിൻ ഏതായിരുന്നു? മൗണ്ട് എവറസ്റ്റ് ആണ്. പിന്നെ ലോങ്ങസ്റ്റ് റിവർ എന്ന് പറയുന്നത് യാങ്സി ആണ്. ലോങ്ങസ്റ്റ് റിവർ എന്ന് പറയുന്നത് യാങ്സി ആണ്. പിന്നെ പ്ലാറ്റ്യൂവിൻ്റെ പേര് എഴുതാൻ പറഞ്ഞത് ഡെക്കാൻ പ്ലാറ്റ്യൂ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 4 ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് എനി 2 ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ഏഷ്യ. ഏഷ്യയിലെ എന്തെങ്കിലും 2 ക്ലൈമാറ്റിക് റീജിയൻസ് എഴുതാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് 3 സബ് ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്കിൻ്റെതാണ്. വിച്ച് റീജിയൻ ഇൻ ഏഷ്യ എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. കൂടുതൽ തണുപ്പുള്ള പ്രദേശം ഏതാണ് ഏഷ്യയിലെന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത്, നെയിം ദ ഡെസേർട്ട് ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ഇൻ ഏഷ്യ. അതേപോലെ നല്ല ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ഏതാണ്? ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ഏതാണ് ഏഷ്യയിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, വിച്ച് പ്ലേസ് റിസീവ്സ് ദ ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയുമോ? ഡിസ്ക്രൈബ് 2 ക്ലൈമാറ്റിക്കൽ റീജിയൻസ് ഓഫ് ഏഷ്യ. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാം. ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത് എക്സ്ട്രീം കോൾഡ് ഇൻ ദ നോർത്ത്. ഏഷ്യയുടെ നോർത്ത് ആണെച്ചാൽ എക്സ്ട്രീം കോൾഡാണ്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ഇൻ സൗത്ത്. സൗത്തിലാണെച്ചാൽ ഹോട്ടും ഹ്യൂമിഡും, അതായത് ചൂടും തണുപ്പും രണ്ടും കൂടി ഇടകലർന്ന ഒരു ക്ലൈമറ്റ് ആണ്. ആരിഡ് ക്ലൈമറ്റ് ഇൻ ദ വെസ്റ്റ്. വെസ്റ്റിലാണെച്ചാൽ ആരിഡ് ക്ലൈമറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലം ഏതാണ് ഏഷ്യയിൽ? ഏതാണ്? സൈബീരിയ ആണ്. എന്താണ്? സൈബീരിയ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹോട്ട്, ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിക്കുന്നു. അത് അറേബ്യൻ ഡെസേർട്ടാണ്. ഇനി അടുത്തത്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? മൗസ് ഇൻട്രം എഴുതാം. നമ്മൾ ഏഷ്യയുടെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 2 ലാൻഡ് ഫോംസ് ഫൗണ്ട് ഇൻ ഏഷ്യ. ഏഷ്യയിൽ കാണുന്ന ഏതെങ്കിലും ലാൻഡ് ഫോംസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മൗണ്ടെയിൻ, പ്ലെയിൻസ്, ഡെസേർട്ട്സ്, പ്ലാറ്റ്യൂസ്. ഇതിലേതെങ്കിലും 2 എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹിമാലയ ബിലോങ്സ് ടു വിച്ച് ലാൻഡ് ഫോം കാറ്റഗറി. ഹിമാലയ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്? നമ്മൾ ഒരുപാട് ലാൻഡ് ഫോംസ് പഠിച്ചല്ലോ. അതിൽ ഹിമാലയ ഏത് കാറ്റഗറിയിലാണ്? നമുക്കറിയാം, മൗണ്ടെയിൻ ആണ്. യാങ്സി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ലാൻഡ് ഫോം. യാങ്സി എന്ന് പറയുന്നത് എന്താണ്? ഏത് ലാൻഡ് ഫോമിന് ഉദാഹരണമാണ്? ദാറ്റ് ഈസ് റിവർ. ഡെക്കാൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ലാൻഡ് ഫോം. ഡെക്കാൻ എന്ന് പറയുന്നത് ഏത് ലാൻഡ് ഫോമാണ്? ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് എ പ്ലാറ്റ്യൂ. അടുത്ത ചോദ്യം പരിചയപ്പെടാം. ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ്. അപ്പോൾ നമുക്കറിയാം, നല്ല ചൂടുള്ള സ്ഥലമാണ്. എന്താണ്? മഴയും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വെരി ലോ റെയിൻഫോൾ ആൻഡ് ആരിഡ് ലാൻഡ്, എക്സ്ട്രീം ടെമ്പറേച്ചർ. ഓക്കെ, വരണ്ട പ്രദേശമാണ്, എക്സ്ട്രീം ടെമ്പറേച്ചർ ആയിരിക്കും. ഇതിലേതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. അപ്പോൾ ഡെസേർട്ടിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാം. വെരി ലോ റെയിൻഫോൾ, ആരിഡ് ലാൻഡ്, എക്സ്ട്രീം ടെമ്പറേച്ചർ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡെസേർട്ട് വിത്ത് എക്സ്ട്രീം ഹീറ്റ് കോൾഡ്. എക്സ്ട്രീം ഹീറ്റുള്ള ഡെസേർട്ടിന് നമ്മൾ എന്താ വിളിക്കുക? കോൾഡ് ഹോട്ട് ഡെസേർട്ട് എന്നാണ് വിളിക്കുക. നെയിം ദ കോൾഡ് ഡെസേർട്ട് ഇൻ ഏഷ്യ. ഏഷ്യയിലെ കോൾഡ് ആയിട്ടുള്ള ഡെസേർട്ട് ഏതാണെന്ന് വെച്ചാൽ ലഡാക്കാണ്. ഓക്കെ, വിച്ച് ഡെസേർട്ട് ഈസ് ഫൗണ്ട് ഇൻ വെസ്റ്റേൺ ഏഷ്യ. വെസ്റ്റേൺ ഏഷ്യയിൽ എടുക്കുന്ന മരുഭൂമി ഏതാണ്? അറേബ്യൻ ഡെസേർട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ 2 ഫീച്ചേഴ്സ് ഓഫ് പ്ലെയിൻ. നമ്മളിപ്പോൾ ഡെസേർട്ടിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. എക്സ്പ്ലെയിൻ 2 ഫീച്ചേഴ്സ് ഓഫ് പ്ലെയിൻസ്. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നിരന്ന പ്രദേശം, പരന്ന പ്രദേശം. അതിൻ്റെ 2 ഫീച്ചേഴ്സാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫ്ലാറ്റ് ലാൻഡ്. ഫ്ലാറ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ പരന്ന പ്രദേശം.
ഫെർട്ടൈൽ സോയിൽ, ഫലഭൂയിഷ്ഠമായ മണ്ണ്. സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിന് അനുയോജ്യമായ സ്ഥലമാണ്. ഇനി അടുത്തത് പ്ലെയിൻസ് ആർ ജനറലി ഡാഷ് ഇൻ നേച്ചർ, എന്താണ് ഫെർട്ടൈൽ ആയിരിക്കും. വിച്ച് ടൈപ്പ് ഓഫ് പ്ലെയിൻസ് ആർ ഫോംഡ് ബൈ റിവർ ഡെപ്പോസിറ്റ്, റിവർ ഡെപ്പോസിറ്റ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ആ ഒരു തരം പ്ലെയിൻസിന് നമ്മൾ പറയുന്ന പേരാണ് അലൂവിയൽ പ്ലെയിൻസ്. നെയിം വൺ റിവർ വാലി ഇൻ ഏഷ്യ, ഏഷ്യയിലെ ഒരു റിവർ വാലിയുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യാങ്സി റിവർ വാലി, എന്താണ് യാങ്സി റിവർ വാലി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇനി അടുത്തത് ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് പ്ലാറ്റ്യൂസ്, പ്ലാറ്റ്യൂസിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എലവേറ്റഡ് ലാൻഡ്, ഫ്ലാറ്റ് സർഫസ് സറൗണ്ടഡ് ബൈ ലോവർ ഏരിയാസ്. ഇതാണ് പ്ലാറ്റ്യൂസിൻ്റെ പ്രത്യേകതകൾ. പ്ലാറ്റ്യൂസ് ആർ ഡാഷ് ഏരിയാസ്, പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത് എന്ത് ഏരിയാസാണ്? ഫ്ലാറ്റ് ഏരിയാസാണ്, പരന്ന ഏരിയാസാണ്. നെയിം എ പ്ലാറ്റു ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഒരു പ്ലാറ്റുവിൻ്റെ പേരെന്താണ്? ഡെക്കാൻ പ്ലാറ്റു. പ്ലാറ്റ്യൂസ് ഹാവ് എ കമ്പാരിറ്റീവ്ലി ഡാഷ് സർഫസ്, അവയ്ക്ക് എന്ത് സർഫസ് ഉണ്ടാവുക? അവരുടെ മേൽഭാഗം പരന്നിട്ടായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ എലവേറ്റഡ് ആണ് അതിൻ്റെ സർഫസ് ഉണ്ടാവുക. ഡെക്കാൻ പ്ലാറ്റു ആണ് ഒരു പ്ലാറ്റു ഇൻ ഇന്ത്യ. പ്ലാറ്റ്യൂസ് ആർ കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് സർഫസ്. അടുത്തത് എക്സ്പ്ലെയിൻ എനി 2 നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ 2 നാച്ചുറൽ ബോർഡേഴ്സ് എന്താണ്? ഓഷ്യൻസും മൗണ്ടൻ റേഞ്ചസുമാണ്. ഇനി അടുത്ത വിച്ച് ഓഷ്യൻ ലൈസ് ടു ദ ഈസ്റ്റ് ഓഫ് ഏഷ്യ, വിച്ച് ഓഷ്യൻ ലൈസ് ടു ദ സൗത്ത് ഓഫ് ഏഷ്യ, വിച്ച് മൗണ്ടൻ റേഞ്ച് സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ഏഷ്യ, ഏഷ്യയിലെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹ്യൂമൻ ലൈഫ്? ദാറ്റ് ഈസ് ഡെൻസ് പോപ്പുലേഷനാണ്, തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരു കോണ്ടിനെൻ്റാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഡെൻസ് പോപ്പുലേഷൻ, പിന്നെ അതേപോലെ തന്നെ അഗ്രികൾച്ചർ ബേസ്ഡ് ലൈഫ്, ജീവിതം അഗ്രികൾച്ചർ ബേസ്ഡ് ചെയ്തിട്ടാണ്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇങ്ങനെ ഏതെങ്കിലും 2 പോയിന്റ് നമുക്ക് എഴുതാം. ഇനി അടുത്ത വിച്ച് കോണ്ടിനെൻറ്റ് ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്, വേൾഡിൽ തന്നെ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏഷ്യയാണ്. മോസ്റ്റ് ഏഷ്യൻസ് ഡിപ്പെൻഡ് ഓൺ വിച്ച് ഓക്യുപ്പേഷൻ, എന്ത് ഓക്യുപ്പേഷനാണ് മോസ്റ്റ് ഏഷ്യൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദറ്റ് ഈസ് അഗ്രികൾച്ചർ. നെയിം 1 മേജർ സിറ്റി ഇൻ ഏഷ്യ, ഏഷ്യയിലെ ഏതെങ്കിലും 2 മേജർ സിറ്റിയുടെ പേര് എഴുതാനാണ്. ഒന്നുകിൽ ടോക്കിയോ എഴുതാം, അല്ലെങ്കിൽ മുംബൈ എഴുതാം. അടുത്തത് ഏഷ്യയിലെ ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ഏഷ്യ. അതേപോലെ നെയിം 1 യുണീക്ക് ഫ്ലവർ ഫൗണ്ട് ഇൻ ഏഷ്യ, ഏഷ്യയിൽ മാത്രം കണ്ടുവരുന്ന ഫ്ലവറിൻ്റെ പേര് എഴുതാനാണ്. നെയിം ആൻ ആനിമൽ ഫൗണ്ട് ഇൻ കോൾഡ് റീജിയൻസ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ തണുത്ത പ്രദേശങ്ങളിൽ കാണുന്ന ഒരു ആനിമലിൻ്റെ പേര് എഴുതാം. നെയിം 1 എൻഡേഞ്ചേഴ്സ് ആനിമൽ ഓഫ് ഏഷ്യ, ഏഷ്യയിൽ പിന്നെ എന്താണ് നശിച്ചുകൊണ്ടിരിക്കുന്ന നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ പേരെഴുതുക. അപ്പോൾ ഏഷ്യയിലെ ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് പറയാൻ വെച്ചാൽ റിച്ച് ബയോഡൈവേഴ്സിറ്റി ഡ്യൂ ടു വാരീഡ് ക്ലൈമറ്റ്, റിച്ച് ബയോഡൈവേഴ്സിറ്റി ഡ്യൂ ടു വാരീഡ് ക്ലൈമറ്റ്, പ്രസൻസ് ഓഫ് റെയർ സ്പീഷ്യസ്, ഇതാണ് ഏഷ്യയുടെ പ്രത്യേകതകൾ. ഒരുപാട് റെയർ സ്പീഷ്യസിൻ്റെ ഇവിടെ നമുക്ക് കാണാം. ഇനി അടുത്തത് നമുക്ക് ഏഷ്യയിൽ കാണപ്പെടുന്ന ഫ്ലവറിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ റെഫ്ലേഷ്യ എഴുതാം, അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി, ഒക്കെ ഏഷ്യയിൽ കാണപ്പെടുന്ന ഫ്ലവേഴ്സാണ്. ഇനി അടുത്തത് നെയിം എനി ആനിമൽ ഫൗണ്ട് ഇൻ കോൾഡ് റീജിയൻ ഓഫ് ഏഷ്യ, ഏഷ്യയുടെ കോൾഡ് റീജിയനിൽ മാത്രം കണ്ടുവരുന്ന ഒരു ജീവിയുടെ, ഒരു ആനിമലിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് സ്നോ ലെപ്പേർഡിനെ എഴുതാം. ഓക്കെ, നെയിം 1 എൻഡേഞ്ചേഴ്സ് ആനിമൽ ഓഫ് ഏഷ്യ, ഏഷ്യയിൽ നിന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമലാണ് റെഡ് പാണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 2 റീസൺ ഫോർ ദ ഡൈവേഴ്സിറ്റി ഓഫ് ഏഷ്യ, ഏഷ്യയിൽ വിവിധ തരം ഡൈവേഴ്സിറ്റിയാണ്, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു കോണ്ടിനെൻ്റാണ് ഏഷ്യ, അതിന് കാരണം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഏഷ്യ ലൈസ് ക്ലോസ് ടു വിച്ച് ഇമാജിനറി ലൈൻ ഇൻ ദ സൗത്ത്, ഏത് ഇമാജിനറി ലൈനിന് അടുത്താണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്? വിച്ച് പാർട്ട് ഓഫ് ഏഷ്യ ലൈസ് ക്ലോസ് ടു ദ പോളാർ റീജിയൻ, പോളാർ റീജിയനോട് അടുത്ത് നിൽക്കുന്ന ഏഷ്യയുടെ ഭാഗം ഏതാണ്? ഏഷ്യ ഇസ് ദ ഡാഷ് കോണ്ടിനെൻറ്റ് ഇൻ ദ വേൾഡ്, ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഇൻ ദ വേൾഡ്. ഡൈവേഴ്സിറ്റിക്ക് കാരണം എന്താണ്? ലാർജ് സൈസ്, വാരീഡ് ലാൻഡ് ഫോംസ്, ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, പിന്നെ ഏത് ഇമാജിനറി ലൈൻസിനോടാണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്? ഇക്വേറ്റർ ആണ്. അതേപോലെ നോർത്തേൺ പാർട്ട് ഓഫ് ഏഷ്യ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ
അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് ഏഷ്യയെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ്. വരാവുന്ന എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എസ്റ്റിസിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാ എക്സാം കഴിഞ്ഞാലും അത് നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.